ഹലോ, ഓടി വായോ, നമുക്കൊന്ന് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വന്നാലോ? എല്ലാവരും ഓടി വാ. ഞങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഭഗവാനെയൊക്കെ കണ്ട് ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണേ, സപ്പോർട്ട് ചെയ്യണേ. ക്ഷേത്ര ദർശനമൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇത് ഞങ്ങളുടെ നാട്ടിൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഇതാ കണ്ടല്ലോ, നമ്മളുടെ ഭഗവാന്റെ തിരുനടയാണ്. പിന്നെ ഞങ്ങളവിടെ പോയി തൃക്കൈ വെണ്ണയൊക്കെ നടത്തി കുറേ സമയമൊക്കെ അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു. അതിന് ശേഷമാണ് വീട്ടിൽ പോയത് കേട്ടോ. വീട്ടിലേക്ക് പോകുന്നത് എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതാ കണ്ടല്ലോ എൻ്റെ കുഞ്ചിറാൾ കിടന്ന് ഓടുന്നത്. അപ്പം നമ്മളറിയാമെന്നുള്ളൊരു ചേച്ചി അവിടെയുണ്ട്. അപ്പോൾ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ട് നിന്നതാണ് കേട്ടോ നമ്മൾ. ഇതാണ് അവിടെ തൃക്കൈ വെണ്ണയൊക്കെ കൊടുക്കുന്ന കട. ഈ രാവിലെ തിരക്കിനുള്ള സമയമായില്ല കേട്ടോ, തിരക്ക് തുടങ്ങണതേ ഉള്ളൂ. ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്. 5 മണിക്ക് ഞങ്ങൾ നട തുറക്കുന്നതിന് മുമ്പ് അവിടെ എത്തി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയതാണ്. അങ്ങനെ തൃക്കൈ വെണ്ണയൊക്കെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി അവിടെ ഇരുന്നതിനെ കഴിച്ചു. കുറേ അവലൊക്കെ തന്നു, അതും എല്ലാം ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ. അവിടെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ തന്ന അവലും തൃക്കൈ വെണ്ണയൊക്കെ, ഞാൻ അവലാണ് ചവയ്ക്കുന്നത്, കഴിച്ച് നമ്മളവിടെ തന്നെ കൈ കഴുകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ ശേഷം ചുറ്റമ്പലത്തിൻ്റെ പുറത്തിറങ്ങി. അടുത്ത് നമ്മളെ ഗണപതി ഭഗവാനെയും തത്വമസിയൊക്കെ തൊഴുതിന് ശേഷം നമ്മൾ പുറത്തു പോകും. അങ്ങനെ ഞങ്ങളിതാ പുറത്ത് പോകാൻ വേണ്ടി ഗണപതി ഭഗവാനെ തൊഴാൻ പോകുന്ന അതാണ് ഈ പുറം ഭാഗത്തൂടെ നമ്മൾ ചുറ്റമ്പലത്തിന് വെളിയിലൂടെ വലം വെച്ച് പോകുന്നതാണ്. അങ്ങനെ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ലതികാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ രൂപം വെളിയിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് നടപ്പന്തൽ ഫ്രണ്ടിൽ. ഇതെല്ലാം ഞങ്ങളെ നാട്ടുകാർക്കറിയാം. എൻ്റെ അറിഞ്ഞുകൂടാത്ത എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പറയണതാണ്. നാട്ടുകാർ ഇവിടെ വരാത്തവരാരുമില്ല, ഞങ്ങളിങ്ങനെ സ്ഥിരം പോകണ ക്ഷേത്രമല്ലേ. അങ്ങനെ ഇതേ പോയി തൊഴുത് ഞങ്ങളിതാ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. നടപ്പന്തൽ വഴി പോകുന്ന വീഡിയോയാണേ. എന്നും പാചകം മാത്രം പോരല്ലോ, ഇപ്പം എന്നും ഞാൻ ദേവ സന്നിധിയിലോട്ടൊക്കെ ഓടുന്ന വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കാണട്ടെ എന്ന് കരുതി. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോകാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. ഇറങ്ങി ഞങ്ങളിതാ ബസ്സിന് പോകാൻ വേണ്ടി, ബസ്സിന് അപ്പുറം സൈഡ് പോകാൻ പാടില്ല, അത്ര തിരക്ക് കേട്ടോ വൈകുന്നേരം ആയപ്പോഴേക്കും. അങ്ങനെ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഒരാൾ ഫോൺ ചെയ്യുന്നുണ്ട്, അവരറിയണില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അപ്പുറം സൈഡ് കിടന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ടൊന്ന് പോകണം. ഇപ്പം പിന്നെ ഫ്രീ ടിക്കറ്റ് അല്ലേ. അങ്ങനെ ഞങ്ങളിതാ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അങ്ങനെ എൻ്റെ വീഡിയോ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.